നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന വിവരവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് PSC വിവിധ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ആവർത്തന ചോദ്യങ്ങളുമാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയെ പറ്റി പഠിക്കുമ്പോൾ ഡോക്ടർ BR അംബേദ്കറെ പറ്റി നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇന്ത്യൻ ഭരണഘടനാ ശില്പി, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ്, ഇന്ത്യയിലെ ആദ്യ നിയമമന്ത്രി, ആധുനിക മനു, ആധുനിക ബുദ്ധൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ്, ഇന്ത്യയിലെ ആദ്യ നിയമമന്ത്രി, ആധുനിക മനു, ആധുനിക ബുദ്ധൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. അംബേദ്കർ ജനിച്ച വർഷം 1891 ജനിച്ച ഗ്രാമം മധ്യപ്രദേശിലെ മോവാണ്. ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ ഡോക്ടർ BR അംബേദ്കർ ആണ്. അംബേദ്കറിനെ കൂടാതെ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ തേജ് ബഹദൂർ സപ്രു ആണ്. മെഹർ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ വ്യക്തി ഡോക്ടർ BR അംബേദ്കർ 1956 ഡിസംബർ 6 അന്തരിച്ചു. 1956 ഡിസംബർ 6 അന്തരിച്ചു. അംബേദ്കറിന്റെ ചരമദിനമായ ഡിസംബർ 6 മഹാപരി നിർവാൻ ദിനമായി ആചരിക്കുന്നു. അന്ത്യവിശ്രമ സ്ഥലം ചൈത്രഭൂമി. ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യൻ എന്ന് അംബേദ്കറെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി. അപ്പോൾ ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യൻ എന്ന് അംബേദ്കറെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി. 1990 മരണാനന്തര ബഹുമതിയായ ഭാരതരത്നം നൽകി രാഷ്ട്രം ആദരിച്ചു. അപ്പോൾ അംബേദ്കറിന് ഭാരതരത്നം കിട്ടുന്നത് 1990 BR അംബേദ്കറോടുള്ള ബഹുമാനാർത്ഥം അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഏപ്രിൽ 14 ഇന്ത്യയിൽ 2017 മുതൽ ജലദിനം, അപ്പോൾ ദേശീയ ജലദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 14. അത് BR അംബേദ്കറോടുള്ള ബഹുമാനാർത്ഥമാണ്. അപ്പോൾ ഏപ്രിൽ 14 അംബേദ്കറുടെ ജന്മദിനമാണ്. ഡോക്ടർ ബാബ സാഹബ് അംബേദ്കർ ഹൗസ് മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ലണ്ടൻ. ഡോക്ടർ അംബേദ്കറോടുള്ള ആദരസൂചകമായി 2015 പുറത്തിറങ്ങിയ നാണയങ്ങൾ 10 രൂപ, 125 രൂപ. ഇനി ഭരണഘടന അടിസ്ഥാന വിവരങ്ങളും ആവർത്തന ചോദ്യങ്ങളും. ഒരു ജനാധിപത്യ രാജ്യത്തിലെ അടിസ്ഥാന നിയമ സംഹിതയാണ് ഭരണഘടന. ഭരണഘടനകളെ ലിഖിത ഭരണഘടനയെന്നും അലിഖിത ഭരണഘടനയെന്നും രണ്ടായി തരത്തിരിക്കാം. അപ്പോൾ ഭരണഘടനയുള്ളത് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനും അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനുമാണ് ഇത് നിലവിലുള്ളത്. നിലവിലുള്ള ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയാണ്. അലിഖിത ഭരണഘടനയുള്ള 2 രാജ്യങ്ങൾ ബ്രിട്ടൻ, ഇസ്രായേൽ. ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യം ബ്രിട്ടൻ. ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യം ബ്രിട്ടൻ. ലിഖിത ഭരണഘടന നിലവിൽ വന്ന ആദ്യ രാജ്യം അമേരിക്ക, 1789. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ജെയിംസ് മാഡിസൺ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ്. ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യം ഗ്രീസ്. ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഗ്രീസ്. ആധുനിക ജനാധിപത്യത്തിന്റെ നാട് ബ്രിട്ടൻ. ആധുനിക ജനാധിപത്യത്തിന്റെ നാട് ബ്രിട്ടൻ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ. ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യം ഗ്രീസ്. പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്നറിയപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലൻഡ്. അപ്പോൾ ഹോം ഓഫ് ഡയറക്റ്റ് ഡെമോക്രസി സ്വിറ്റ്സർലൻഡ്. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാൻ വേവൽ പ്ലാനാണ്. 1945 വേവൽ പ്ലാനാണ് ഇന്ത്യക്കാർക്ക് സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാൻ. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായ ദൗത്യം ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷൻ കറാച്ചിയിലെത്തിയത് 1946 മാർച്ച് 23 ഡൽഹിയിലെത്തിയത് 1946 മാർച്ച് 24 ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ MN റോയ്. അപ്പോൾ ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ MN റോയ് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടി. അപ്പോൾ ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആശയം മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ MN റോയ്. മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടി.
ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പ്രസിദ്ധപ്പെടുത്തിയത് 1946 മെയ് 16. ക്യാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പെത്തിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, A.V. അലക്സാണ്ടർ. അപ്പോൾ പെത്തിക് ലോറൻസ് ആണ് ഇതിൻ്റെ ചെയർമാൻ. മറ്റ് 2 അംഗങ്ങൾ സ്റ്റഫോർഡ് ക്രിപ്സ്, A.V. അലക്സാണ്ടർ. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയപ്പോൾ വൈസ്രോയി വേവൽ പ്രഭു. ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ബ്രിട്ടനിൽ അധികാരത്തിലിരുന്ന രാഷ്ട്രീയ പാർട്ടി ലേബർ പാർട്ടി. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ബ്രിട്ടനിൽ അധികാരത്തിലിരുന്ന രാഷ്ട്രീയ പാർട്ടി ലേബർ പാർട്ടിയാണ്. ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയപ്പോൾ വൈസ്രോയി വേവൽ പ്രഭു. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് 1946 നവംബർ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഭരണഘടനയുടെ കരട് രൂപം സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത്. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത് 1947 ഓഗസ്റ്റ് 29. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഡോക്ടർ B.R. അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. അപ്പം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ B.R. അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളാണ് ഡോക്ടർ B.R. അംബേദ്കർ ചെയർമാൻ, K.M. മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N. ഗോപാലസ്വാമി അയ്യങ്കാർ, D.P. ഗെയ്ത്താൻ, B.L. മിത്തൻ. ഗെയ്ത്താന് പകരമായി T.T. കൃഷ്ണനാചാര്യയും മിത്തന് പകരമായി N. മാധവറാവുവും പിന്നീട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗങ്ങളായി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് ഡിസംബർ 9, 1946 11 മണിക്കാണ്. 9 വനിതകൾ ഉൾപ്പെടെ 207 പ്രതിനിധികൾ പങ്കെടുത്തു. പാർലമെന്റ് സെൻട്രൽ ഹാളിലായിരുന്നു സമ്മേളന വേദി. പാർലമെന്റ് സെൻട്രൽ ഹാളിൽ ഡിസംബർ 9, 1946 11 മണിക്കാണ് സമ്മേളനം നടന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 389 അംഗങ്ങൾ ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ പ്രദേശത്തുൾപ്പെട്ട അംഗങ്ങൾ പിരിഞ്ഞു പോയതോടുകൂടി 299 ആദ്യം 389, പാകിസ്ഥാൻ പ്രദേശത്തുൾപ്പെട്ട അംഗങ്ങൾ പിരിഞ്ഞു പോയതോടുകൂടി അംഗങ്ങൾ 299. ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം 284. ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം 284. ഭരണഘടനാ നിർമ്മാണ സഭയിൽ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം 93. ഭരണഘടനാ നിർമ്മാണ സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 296. ബ്രിട്ടീഷ് ഗവർണർമാരുടെ പ്രവിശ്യയിൽ നിന്ന് 4. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകളുടെ എണ്ണം 3. ആനി മസ്കറിൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ഇന്ത്യയിൽ പ്രീ ഡിഗ്രി പാസ്സായ ആദ്യ SC/ST വനിത ദാക്ഷായണി വേലായുധൻ. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകളാണ് ആനി മസ്കറിൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് 1947 ജൂലൈ 22. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് 1947 ജൂലൈ 22. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത് 1950 ജനുവരി 24. ദേശീയ ഗീതത്തെ അംഗീകരിച്ചത് 1950 ജനുവരി 24. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത് 1950 ജനുവരി 24. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗീതത്തെ അംഗീകരിച്ചത് 1950 ജനുവരി 24. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം 1950 ജനുവരി 24. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി മാറി. ഒരു നിയമനിർമ്മാണ സഭയെന്ന നിലയിലേക്ക് അസംബ്ലി ആദ്യമായി സമ്മേളിച്ചത് 1947 നവംബർ 17 ഈ സമ്മേളനത്തിൽ വെച്ച് GV മാവലങ്കറിനെ സ്പീക്കറായി തിരഞ്ഞെടുത്തു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം അവസാനിച്ചത് ഡിസംബർ 23, 1946.
ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താത്കാലിക അധ്യക്ഷനായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താത്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ, സ്ഥിരാധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ HC മുഖർജി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകനായിരുന്നത് BN റാവു. തിരുവിതാംകൂറിൽ നിന്ന് 6 പേരും മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന മലബാറിനെ പ്രതിനിധീകരിച്ച് 9 പേരും കൊച്ചിയിൽ നിന്ന് ഒരാളുമാണ് ഇന്നത്തെ കേരളം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ നിന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ മലയാളിയായ ജോൺ മത്തായി പ്രതിനിധീകരിച്ചത് യുണൈറ്റഡ് പ്രൊവിൻസിനെ ആയിരുന്നു, ഇന്നത്തെ UP. അങ്ങനെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ 3 വനിതകൾ ഉൾപ്പെടെ 17 മലയാളികളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം 3 വനിതകൾ ഉൾപ്പെടെ 17 മലയാളികളാണ് ഉണ്ടായിരുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ കൊച്ചിയെ പ്രതിനിധാനം ചെയ്തിരുന്നത് പനമ്പള്ളി ഗോവിന്ദമേനോൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ആണ് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13. ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യയുടെ ആമുഖം കടം കൊണ്ടിരിക്കുന്നത്? USA. ഭരണഘടനയുടെ താക്കോൽ, ആത്മാവ്, തിരിച്ചറിയൽ കാർഡ് എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നത് ഭരണഘടനയുടെ ആമുഖത്തെയാണ്. ആമുഖം ആരംഭിക്കുന്നത് ഭാരതത്തിലെ ജനങ്ങളായ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ആമുഖമനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ആമുഖത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഭേദഗതി വരുത്തിയിട്ടുള്ളൂ. അപ്പോൾ ആമുഖത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഭേദഗതി വരുത്തിയിട്ടുള്ളൂ. ആമുഖത്തിൽ ഭേദഗതി വരുത്തിയ വർഷം 1976, 42ാം ഭേദഗതിയാണ്. ചെറുഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് 42ാം ഭേദഗതി. 1976 42ാം ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. 42ാം ഭേദഗതി വഴിയായി ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ സോഷ്യലിസ്റ്റ്, സെക്യുലറിസം, ഇന്റഗ്രിറ്റി, മതേതരത്വം, സോഷ്യലിസ്റ്റ്, അവിഭാജ്യത. ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചത് ഏത് കേസിലാണ്? ബേരു ബാബി കേസ്. 1960 ബേരു ബാബി കേസിലാണ് ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചത്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി കൊണ്ടുവന്നത് ഏത് കേസിലാണ്? കേശവാനന്ദ ഭാരതി. 1973. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്നും അടിസ്ഥാന ഘടന നിലനിർത്തിക്കൊണ്ട് അനുച്ഛേദം 368 ഉപയോഗിച്ച് അതിൽ ഭേദഗതി വരുത്താമെന്നും സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസാണ് കേശവാനന്ദ ഭാരതി. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് KM മുൻഷി. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് NA പൽക്കിവാല. ഭരണഘടനയുടെ താക്കോൽ എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവ്. ഭരണഘടനയുടെ ആത്മാവ്, താക്കോൽ എന്നിങ്ങനെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ഭരണഘടനയുടെ ആത്മാവ്, താക്കോൽ എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് നെഹ്റു. ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റികൾ, ചെയർമാൻമാർ. മൗലിക അവകാശവും ന്യൂനപക്ഷവും സർദാർ പട്ടേൽ. മൗലിക അവകാശവും ന്യൂനപക്ഷവും സർദാർ പട്ടേൽ. മൗലിക അവകാശ സബ് കമ്മിറ്റി JB കൃപലാനി. മൈനോരിറ്റി സബ് കമ്മിറ്റി HC മുഖർജി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡോക്ടർ BR അംബേദ്കർ. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു. സ്റ്റിയറിംഗ് കമ്മിറ്റി രാജേന്ദ്ര പ്രസാദ്. റൂൾസ് ഓഫ് പ്രൊസീജിയർ രാജേന്ദ്ര പ്രസാദ്.
ഓർഡർ ഓഫ് ബിസിനസ് KM മുൻഷി. ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ. ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ. ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ നിന്ന് ക്രിയാത്മകമായ അംശങ്ങൾ കൂട്ടിച്ചേർത്താണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയിരിക്കുന്നത്. അതിനാൽ ഇന്ത്യൻ ഭരണഘടനയെ കടം കൊണ്ട ഭരണഘടന എന്നറിയപ്പെടുന്നു. എന്നാൽ ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഇന്ത്യൻ ഭരണഘടനയിൽ കടം കൊണ്ടിട്ടുള്ളതാണ് ഗവർണർ പദവി. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഗവർണർ പദവി. പബ്ലിക് സർവീസ് കമ്മീഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പബ്ലിക് സർവീസ് കമ്മീഷൻ. ഫെഡറൽ കോടതി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അടിയന്തരാവസ്ഥ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നത് ജർമ്മനി ഭരണഘടനയിൽ നിന്നാണ്. ഇനി ബ്രിട്ടനിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. പാർലമെന്റിന്റെ ജനാധിപത്യം, ഏക പൗരത്വം, നിയമവാഴ്ച, ക്യാബിനറ്റ് സമ്പ്രദായം, രാഷ്ട്രത്തലവന് നാമമാത്രമായ അധികാരം ബ്രിട്ടനിൽ നിന്ന് കടം കൊണ്ടിട്ടുള്ളതാണ്. 4 റിട്ടുകൾ, ദ്വിമണ്ഡല സഭ, തിരഞ്ഞെടുപ്പ് സംവിധാനം, CAG സ്പീക്കർ, ഇത്തരം കാര്യങ്ങളാണ് ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തിട്ടുള്ളത്. ഇനി US നിന്ന് കടമെടുത്തിട്ടുള്ളവയാണ് മൗലിക അവകാശങ്ങൾ, ആമുഖം, സ്വാതന്ത്ര്യ നീതിന്യായ വ്യവസ്ഥ, ജുഡീഷ്യൽ റിവ്യൂ, ഇംപീച്ച്മെന്റ്, ലിഖിത ഭരണഘടന, വൈസ് പ്രസിഡന്റ്, സുപ്രീം കോടതി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് US നിന്ന് കടമെടുത്തിട്ടുള്ളത്. ഇനി USSR വരുന്നത്, മൗലിക കടമകൾ വരുന്നത് റഷ്യയാണ്, USSR ആണ്. ഇനി കാനഡയിൽ നിന്ന് വരുന്നത് പഞ്ചവത്സര സംവിധാനം, അവശിഷ്ടാധികാരം, യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകൾ, ഇത്രയുമാണ് കാനഡയിൽ നിന്ന് വരുന്നത്. ആസ്ട്രേലിയയിൽ നിന്ന് വരുന്നത് കൺകറന്റ് ലിസ്റ്റ്, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം. അടുത്തത് അയർലൻഡ്, മാർഗനിർദ്ദേശിക തത്വങ്ങള്, പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പ്, ഇത് ഇത്രയാണ് അയർലൻഡിൽ നിന്ന് വരുന്നത്. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത് അയർലൻഡിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക. റിപ്പബ്ലിക് ഫ്രാൻസ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഫ്രാൻസ്. ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. ഇന്ത്യ റിപ്പബ്ലിക് ആയതും 1950 ജനുവരി 26. ദേശീയ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് നവംബർ 26. ഇന്ത്യ റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കപ്പെടുന്നത് ജനുവരി 26. ഭരണഘടന തയ്യാറാക്കാൻ എടുത്ത സമയം 2 വർഷം 11 മാസം 17 ദിവസം. 2 വർഷം 11 മാസം 17 ദിവസമാണ് ഭരണഘടന തയ്യാറാക്കാൻ എടുത്ത സമയം. ഭരണഘടന നിലവിൽ വന്ന സമയത്തുണ്ടായിരുന്നത് 395 ആർട്ടിക്കിള്, 8 ഷെഡ്യൂള്, 22 പാർട്ടായിരുന്നു. അപ്പോൾ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് 395 അനുച്ഛേദം, 8 പട്ടിക, 22 ഭാഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിൽ 465ഓളം അനുച്ഛേദങ്ങളും 12 ഷെഡ്യൂളും 25 പാർട്ടുമാണ് ഇപ്പോഴുള്ളത്. അപ്പം നിലവിലുള്ളത് 465 അനുച്ഛേദങ്ങളും 12 പട്ടികയും 25 ഭാഗങ്ങളുമാണ്. 1929 ഡിസംബർ 31 അർദ്ധരാത്രി ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ പാസാക്കിയ പൂർണ്ണ സ്വരാജിന്റെ തീരുമാനത്തെ തുടർന്ന് 1930 ജനുവരി 26 ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചു. ഇതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി തിരഞ്ഞെടുത്തത്. ഇനി വരുന്നത് ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയ വ്യക്തി പ്രേം ബിഹാരി നരൈൻ റെയ്സ്ദ. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയ വ്യക്തിയാണ് പ്രേം ബിഹാരി നരൈൻ. ഭരണഘടനയുടെ നക്കൽ തയ്യാറാക്കിയത് BN റാവു. ഭരണഘടനയുടെ നക്കൽ തയ്യാറാക്കിയത് BN റാവു. ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ്. ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു.